നല്ല രുചികരമായിട്ടുള്ള മുളക് ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അല്പം മധുരത്തോട് കൂടിയിട്ടുള്ള ഈ ഒരു മുളക് ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ മുളക് ചമ്മന്തി തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചീനച്ചട്ടിയിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. കശ്മീരി ചില്ലി ആകുമ്പം അധികം എരിവ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഞാനിവിടെ ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നതും കശ്മീരി ചില്ലി തന്നെ എടുക്കാൻ നോക്കുക. അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റും. എരിവില്ലാതെ നല്ല മുളക് ചമ്മന്തി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കണം. ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് വറുത്തെടുത്താൽ മതി. അതിനുശേഷം ഇത് കോരി മാറ്റാം. അധികം കരിഞ്ഞൊന്നും പോവാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിങ്ങനെ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഇല്ലയെന്നാണെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ ഒരു 20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നല്ല രുചികരമായിട്ടുള്ള മുളക് ചമ്മന്തി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചെറിയ ഉള്ളിയും ഈ വെളിച്ചെണ്ണയിലൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളൻ പുളിയാണ്. വാളൻ പുളി ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കാം. ഇത്ര മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു മിക്സിയിലെ ജാർ എടുക്കാം. അതിലോട്ട് നമ്മൾ ആദ്യം തന്നെ എണ്ണയിൽ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വറ്റൽമുളകുണ്ടല്ലോ, അതായത് കശ്മീരി ചില്ലി, അത് നമുക്ക് ഈ മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വഴറ്റിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഈ ചെറിയ ഉള്ളിയും പുളിയും ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. ചെറിയൊരു പീസ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ശർക്കര കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു മധുരത്തോട് കൂടിയിട്ടുള്ള മുളക് ചമ്മന്തി ആയിരിക്കും. നല്ല രുചിയാണ്. അപ്പോൾ ശർക്കര അധികമായി പോരുത്, ചെറിയൊരു പീസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്നിങ്ങനെ അരച്ചെടുക്കാം. കണ്ടല്ലോ, നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത്, അല്ലാതെ വേണം നമ്മളിങ്ങനെ അരച്ചെടുക്കാനായിട്ട്. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിച്ചു നോക്കാൻ തോന്നുന്നുണ്ടല്ലോ, വായിലൊക്കെ വെള്ളം വരുന്നില്ല, അത്രക്കും ടേസ്റ്റാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. ഞാൻ മുൻപൊന്നും അങ്ങനെ മുളക് ചമ്മന്തി ഒന്നും ഉണ്ടാക്കാറില്ല, കാരണം ഞങ്ങളെ ഭാഗത്തൊന്നും അങ്ങനെ കോമൺ ആയിട്ടുള്ളതല്ല ഈ മുളക് ചമ്മന്തി ഒന്നും. പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. നമ്മൾ കുറച്ച് ബിസി ആയിട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഐറ്റമാണിത്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്കും എന്തായാലും ഇഷ്ടപ്പെടും. വളരെ ഈസിയല്ലേ തയ്യാറാക്കാനായിട്ട്. ഇത് മിക്കവാറും നിങ്ങൾ അധികം ആൾക്കാർ ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും. എന്നാൽ എന്നെപ്പോലെ അധികം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഫീഡ്ബാക്കായിട്ട് അറിയിക്കാൻ ആരും മറക്കരുത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ അല്പം ശർക്കര ചേർത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്വാദാണ് ഇതിന്. തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത് പരിപ്പ് കുത്തിക്കാച്ചതാണ്. പരിപ്പ് കുത്തിക്കാച്ചതിൻ്റെ കൂടെ ഈ ഒരു മുളക് ചമ്മന്തി ഉണ്ടല്ലോ, അടിപൊളി കോമ്പിനേഷനാണ്. പരിപ്പ് കുത്തിക്കാച്ചതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു പൊരിച്ച മീൻ കൂടി ഉണ്ടെങ്കിൽ പറയണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ ഒരു റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.